I welcome all to the new video of CDS Dravidian. So today we are going to learn some questions of the part of speech in the CDS examination. So നമുക്കറിയാം ഈ എക്സാമിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഇത് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പഠിക്കേണ്ടത് ഭയങ്കര ആവശ്യ കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതിനകത്ത് ഞാൻ എടുത്തുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അത് PYQ തന്നെയാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു വെച്ചാൽ ദാറ്റ് പോലീസ് മാൻ ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോൾ ഈ കണ്ടില്ലേ മൈൻ, ഈ ഓഫ് ഒരു പ്രിപ്പോഷനാണ്. പ്രിപ്പോഷൻ കഴിഞ്ഞ് വരുന്ന അടുത്ത വേർഡാണ് ഒബ്ജക്റ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഈ മൈൻ എന്താണ്? മൈൻ ഒരു പ്രൊനൗണാണ്. ഓക്കെ, അപ്പോൾ ഈ ഓഫ് എന്താണ്? ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രിപ്പോഷൻ എന്തൊക്കെയുണ്ടോ, പ്രിപ്പോഷൻ കഴിഞ്ഞ് വരുന്ന അടുത്ത വേർഡ് അതായിരിക്കും ഒബ്ജക്റ്റ് ഒന്നെങ്കിൽ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. ഓക്കെ, അപ്പം ഈ മൈൻ ഒരു നൗൺ അല്ല. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രൊനൗൺ. ഓക്കെ, നിങ്ങൾ മാക്സിമം ഈ വീഡിയോ പോസ് ചെയ്ത് സ്വയം ആൻസർ ചെയ്ത് നോക്കുക, പിന്നെ എൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും. ഓക്കെ, പിന്നെ അടുത്ത വരുന്നതാണ് എ ഫ്രണ്ട് ഓഫ് മൈൻ ഹാസ് ജസ്റ്റ് ഇൻവൈറ്റഡ് മീ ടു ഇറ്റലി. ഇവിടെയും സെയിം തന്നെയാണ്. ടു എന്താണ്? ടു കാണിക്കുന്ന ഒരു സ്ഥലമാണ്. ടു ഡൽഹി, ടു. അപ്പം ഈ ടു ഇവിടെ എന്താണ്? അതൊരു പ്രിപ്പോഷനാണ്. ഓക്കെ, വെച്ചാൽ അതൊരു സ്ഥലം കാണിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഈ കണ്ടില്ലേ പ്രിപ്പോസിഷൻ, വെച്ചാൽ ഇതൊരു പൊസിഷൻ കാണിക്കുക. ഓക്കെ, വെച്ചാൽ ഇറ്റലിയിലോട്ട്, മീ ടു ഇറ്റലി. അടുത്തത് റിഫ്രഷിംഗ് വാട്ടർ ഈസ് ഓൾവേസ് എ ട്രീറ്റ് ഓൺ എ ഹോട്ട് ഡേ. അപ്പം ഈ വാട്ടർ എന്താണ്? അതൊരു നൗണാണ്. റിഫ്രഷിംഗ് ഇവിടെ വരുന്നത് എന്താണ്? ഓപ്ഷൻ നെയിം പറഞ്ഞാണ് ഇൻ്റർജെക്ഷൻ വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ അലാഷ്, വാവ്, വാട്ട് എ മാച്ച്. ഈ നമ്മളിങ്ങനെ സർപ്രൈസായി വരുന്ന കുറേ വേർഡുണ്ടല്ലോ, അതാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ വാട്ടർ അതൊരു നൗണാണ്. നൗണിനെ മോഡിഫൈ ചെയ്ത് വരുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ റിഫ്രഷിംഗ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷനായ സി ആണ് ഇവിടുത്തെ ആൻസർ, അഡ്ജക്റ്റീവ്. എന്നുവെച്ചാൽ വാട്ടർ എന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്ന ആരാ? അതാണ് അഡ്ജക്റ്റീവ്. പിന്നെ താഴെ വരുന്നതാണ് ദ സ്റ്റാർസ് ആർ ഷൈനിങ് ബ്രൈറ്റ് ടു നൈറ്റ്. ദി സ്റ്റാർ, അപ്പം ദി എന്തിവിടെ? അത് ഇവിടുത്തെ ആർട്ടിക്കിളാണ്. ദി, എ, ആൻഡ് ഈ 3 വാക്കുകളും ആർട്ടിക്കിളിൽ പെടുന്നതാണ്. അപ്പം ദി സ്റ്റാർസ്. ഇപ്പോൾ സ്റ്റാർസ് എന്ത്? സ്റ്റാർസ് ഞാൻ പറഞ്ഞില്ലേ, ഏത് വേർഡിൻ്റെ പുറവശം, ലാസ്റ്റ് വേർഡിന് ആ വേർഡിൻ്റെ പുറവശത്ത് വരുന്ന ESO അല്ലെങ്കിൽ എസ് വരുവാണെങ്കിൽ അതൊരു 100% അത് നൗൺ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ആർട്ടിക്കിളും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇതുപോലെ ആ സ്റ്റാർസ് നൗൺ ആണെന്ന്. അപ്പം ദി സ്റ്റാർസ് എന്ത് ഇവിടുത്തെ ഓപ്ഷൻ ഡി, നൗൺ ആണ്. ഓക്കെ, അത്ലീറ്റ്സ് മസ്റ്റ് എക്സസൈസ് റെഗുലർലി ടു സ്റ്റേ ഇൻ ഷേപ്പ്. അത്ലീറ്റ്, അപ്പം അത്ലീറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ SES കണ്ടില്ലേ, അത്ലീറ്റ്സ്. അപ്പം ഇതിൻ്റെയും ഓപ്ഷൻ ഡി ആണ്, നൗൺ. ഓക്കെ, ഐ എൻജോയ് വാച്ചിങ് യുവർ പെർഫോമൻസ് ടു നൈറ്റ് ഓൺ സ്റ്റേജ്. യുവർ, യു, അതുപോലെ ഐ, മീ, ഇതെല്ലാം പ്രൊനൗണിൻ്റെ വരുന്നതാണ്. അപ്പം ഇവിടുത്തെ ഓപ്ഷൻ വരുന്നതാണ് പ്രൊനൗൺ. എന്നുവെച്ചാൽ നൗണിന് വരുന്നത് കൂടുതലും വരുന്നത് വാക്കുകളാണ്, എന്നുവെച്ചാൽ പേരാണ് വരുന്നത് കൂടുതൽ നൗണിൽ. അതൊരു പർട്ടിക്കുലർ സംഭവമാണ്. പക്ഷേ പ്രൊനൗണ് അതിനെക്കുറിച്ച് പറഞ്ഞ വേറൊരു സംഭവമാണ് പ്രൊനൗൺ. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നതാണ് പ്രൊനൗൺ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. പിന്നെ ദ വിന്നിംഗ് ടീം വിൽ റിസീവ് എ ബ്ലൂ റിബൺ. ദി വിന്നിംഗ് ടീം ഞാൻ പറഞ്ഞില്ലേ, ദി ആർട്ടിക്കിൾ. വിന്നിംഗ് ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. എന്നുവെച്ചാൽ ടീം എന്താണ്? ടീമാണ് ഇവിടുത്തെ നൗൺ. വിന്നിംഗ് ആണ് ടീമിനെ മോഡിഫൈ ചെയ്ത് വന്ന അഡ്ജക്റ്റീവ്. വിൽ റിസീവ് എ ബ്ലൂ റിബൺ. ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ
വിൽ ഇവിടെ എന്താണ്? വിൽ ഇവിടുത്തെ ഒരു ഓക്സിലറി വെർബാണ്, എന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് വെർബാണ് റിസീവിൻ്റെ. റിസീവാണ് ഇവിടുത്തെ മെയിൻ വെർബ്. ഓക്കെ, അടുത്തത് നെയ്ബർഹുഡ് ചിൽഡ്രൻ ആർ ഗ്യാതറിങ് ഔട്ട്സൈഡ് ടു പ്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ആൻസർ ശരിക്കും പറഞ്ഞ ഓപ്ഷൻ ഡി ആയിരിക്കുമെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല. വെച്ചാൽ ഔട്ട്സൈഡ് ടു പ്ലേ അതൊരു ലൊക്കേഷൻ കാണിക്കും, പക്ഷെ അത് അങ്ങനെയല്ല. ഇത് കണ്ടില്ലേ, ഇപ്പം ഈ അണ്ടർലൈൻ വേർഡ് ടു ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു പ്രിപ്പോസിഷനാണ്. പക്ഷേ ഇവിടുത്തെ അണ്ടർലൈൻ വേർഡ് ഔട്ട്സൈഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസറാണ് പ്ലേസ് ഓഫ് ആഡ്വർബ് എന്ന് പറയും. ഈ ആഡ്വർബിന് പല സംഭവമുണ്ട്. അപ്പം ആഡ്വർബിന് പ്ലേസ് ഉണ്ട്, ടൈമുണ്ട്. അപ്പം ആഡ്വർബ് ഓഫ് പ്ലേസിൻ്റെ ഒരു വേർഡാണ് ഔട്ട്സൈഡ്, സ്ഥലം കാണിക്കുവാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ, ആഡ്വർബ്. ഓക്കെ, ഐ ക്യാൻ സീ മൈ റിഫ്ലക്ഷൻ ഇൻ മൈ ന്യൂ കാർ. മൈ ന്യൂ കാർ, ഇവിടുത്തെ കാർ ഇവിടുത്തെ മെയിൻ നൗൺ ആണ്. കാറിനെ മോഡിഫൈ ചെയ്ത വാക്കാണ് ന്യൂ. ഓക്കെ, അപ്പോൾ ന്യൂ ഇവിടെ എന്താണ്? ന്യൂ ആണ് ഇവിടുത്തെ ഓപ്ഷൻ എ ആയ അഡ്ജക്റ്റീവ്. ഓക്കെ, മൈ ഡോക്ടർ സ്പീക്സ് ഇൻ എ കാം വോയിസ്. മൈ ഡോക്ടർ, ഡോക്ടർ എന്താണ് ഇവിടുത്തെ നൗൺ. സ്പീക്സ് ഇതൊരു സബ്ജക്റ്റ് വെർബ് സംഭവമാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ സ്പീക്സ് ഉണ്ടല്ലേ, അതാണ് ഇവിടുത്തെ മെയിൻ വെർബ്. ഇതിനെ ഹെൽപ്പ് ചെയ്യാനും ഈ വേർഡിൽ ആരുമില്ല. അപ്പം ഇവിടുത്തെ മെയിൻ വെർബാണ് സ്പീക്സ്. ഞാൻ പറഞ്ഞ പോലെ ഈ വെർബ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ING, അതുപോലെ തന്നെ എസ് കണ്ടില്ലേ, സ്പീക്സ്, സ്പീക്കിംഗ്, അതുപോലെ ED കണ്ടില്ലേ, സ്ലാബ്ഡ്. ആ വാക്കൊക്കെ വെച്ചാൽ നമ്മുടെ ഈ V1, V2, V3, V4, V5 ഈ 5 വെർബും ഇതിൽ പെടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് വെർബ് പാർട്ട് ഓഫ് സ്പീച്ചിൽ. ഓക്കെ, നോട്ടീസിങ് ദി ചേഞ്ച് ഇൻ ദി ബിഹേവിയർ ഓഫ് ദി ഓഫീസർ, ദ കാൻഡിഡേറ്റ് റിട്ടേൺ ടു ദെയർ പൊസിഷൻ. നോട്ടീസിങ് ദ ചേഞ്ച്, നോട്ടീസിങ് പാർട്ടിസിപ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് നൗൺ ഫ്രേസ് നൗൺ. അപ്പോൾ എന്താണ് ഇവിടുത്തെ നോട്ടീസിങ്? അപ്പോൾ ഇത് ഇവിടുത്തെ ആൻസറാണ്, ഇവിടുത്തെ പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇപ്പം വെച്ചാൽ ആ നമ്മുടെ ഓഫീസറിൻ്റെ ബിഹേവിയർ കണ്ട് കാൻഡിഡേറ്റ്സ് അവരുടെ പൊസിഷനിൽ തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനാണ്, ഇവിടുത്തെ കറക്റ്റ് ആൻസറാണ് ഓപ്ഷൻ ബി. ഡു യു ലൈക്ക് ഡോഗ്സ്? ഓക്കെ, അപ്പം ഡു യു ലൈക്ക് ഡോഗ്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഐ ലൈക്സ്, ഐ ലൈക്കിങ്. അപ്പം ഇവിടുത്തെ ശരിക്കുള്ള ഓപ്ഷൻ സി ആണ് വെർബ് ഇവിടുത്തെ ആൻസർ. എന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിൻ്റെ വെർബാണ് ഇവിടുത്തെ ലൈക്ക്. വി ഹാഡ് എ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് എ കഫേ നിയർ ദ റെയിൽ സ്റ്റേഷൻ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, എ ആൻഡ് ദി ഈ 3 വാക്കാണ് ആർട്ടിക്കിൾ പെടുന്നത്. ഡെഫിനൈറ്റ്, ഇൻഡെഫിനൈറ്റ് ആർട്ടിക്കിൾസ് നമ്മളിനെ വിളിക്കുന്നത്. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? നൗൺ എന്ന് വെച്ചാൽ നമ്മുടെ എ എന്ത് ഇവിടുത്തെ ആർട്ടിക്കിൾ കഴിഞ്ഞ് അടുത്ത് വരുന്ന വേർഡാണ് നമ്മുടെ നൗൺ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടുത്തെ നൗൺ, ഓപ്ഷൻ എ. രവി was declared as the winner in the tie because he had hit the most number of 4s and 6. Because ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫാൻ ബോയ്സ്, 4 and nor but yet so, അതാണ് നമ്മുടെ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കൺജക്ഷൻ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് സബോർഡിനേറ്റ്, ഒന്ന് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ. അതിൽ ബിക്കോസ് അതാണ് ഓപ്ഷൻ എ ആയിട്ടുള്ള കൺജക്ഷൻ. എന്നുവെച്ചാൽ ഒരു 2 സെൻറ്റൻസിനെയും അത് ഒന്നിച്ച് വെക്കുക. അപ്പോൾ അതിനിടയ്ക്കൊരു മീഡിയേറ്റർ വേണം. ആ മീഡിയേറ്ററാണ് ഇവിടുത്തെ ബിക്കോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നതാണ് ദ വണ്ടർഫുൾ സ്റ്റാച്യു ഓഫ് ദ ലീഡർ വെൽക്കം ഓൾ ദ പീപ്പിൾ ടു ദ സിറ്റി. ദി വണ്ടർഫുൾ സ്റ്റാച്യു എന്താണ് ഇവിടുത്തെ? ദി വണ്ടർഫുൾ, ആർട്ടിക്കിൾ വണ്ടർഫുൾ ആണ് ഇവിടുത്തെ
മോഡിഫൈഡ് വെർഷൻ എന്നുവെച്ചാൽ അതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. സ്റ്റാച്യു ആണ് ഇവിടുത്തെ നൗൺ. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ഞാൻ ഈ അടുത്ത കൊണ്ടുവരാൻ വരുന്ന വീഡിയോ കുറച്ചുകൂടെ ഒരു ലെന്തി വീഡിയോ ആയിരിക്കും. നമ്മുടെ PQRSൻ്റെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. മാക്സിമം നിങ്ങൾ NDA ക്വസ്റ്റ്യൻസ് ഇല്ല നമ്മുടെ, അതിലും ഇഷ്ടം പോലെ കിടപ്പുണ്ട് പാർട്ട് ഓഫ് സ്പീച്ച്. എന്ന് വെച്ചാൽ 2023 1 സെക്കൻഡും കൊള്ളാം. അതുപോലെ നമ്മുടെ CDSൻ്റെ 2017 പേപ്പറും കൊള്ളാം. അപ്പോൾ നിങ്ങൾ മാക്സിമം പാർട്ട് ഓഫ് സ്പീച്ച് ചെയ്തുകൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും ഒരു മാർക്കും ഇതിൽ കട്ടാവത്തില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.